കുവൈറ്റ് തീപിടുത്ത ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റ് ആഘോഷ പരിപാടികൾ ഒഴിവാക്കി സെക്രട്ടേറിയറ്റിലെ കോൺഫറൻസ് ഹാളിലായിരുന്നു ലളിതമായ ചടങ്ങ്. കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കനി കുസൃതി, ദിവ്യപ്രഭ, അസീസ് നെടുമങ്ങാട്, ഹൃദു ഹാറൂൺ എന്നിവരെ ആദരിച്ചു. ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന കനി കുസൃതിയെ ഇന്ന് സ്കൂൾ അധ്യാപകരും കുട്ടികളും സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചു. കനി കുസൃതിയെ പഠിപ്പിച്ച അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. BK പ്രശാന്ത് MLA മൊമന്റോ നൽകി ആദരിച്ചു. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട എന്നെ കൂടെ അഭിനയിച്ചപ്പോൾ കളിയാഭിമാനമാണ്. പിന്നെ വിശിഷ്ട അതിഥികൾ, പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എന്റെ മുമ്പിൽ എനിക്ക് ശരിക്കും എന്താ പറയണ്ടേ ഇപ്പം പറയാൻ പറ്റുന്നില്ല. എല്ലാരെയും കൂടി കണ്ടിട്ട് തിരിച്ചു വരുന്ന ഓർമ്മയിലാണ് നിൽക്കുന്നത്. എനിക്ക് ശരിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് ഭട്ടൻ സ്കൂളിലെ അലുമിനി അസോസിയേഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എനിക്ക് പറയാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടുത്തെ കുട്ടികളെ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് എന്റെ സന്തോഷത്തിനാണ് പറയുന്നത്. ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ പറയും, എനിക്ക് വീണ്ടും എന്റെ സ്കൂളിലേക്ക് എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ തോന്നാറില്ല. എനിക്ക് എപ്പോഴും +2 വരെ ഞാനിവിടെ പഠിച്ച സമയം വീണ്ടും പഠിക്കണം. എനിക്ക് വീണ്ടും സ്കൂളിലെ 17 വയസ്സാകുമ്പോൾ വീണ്ടും 5 വയസ്സിലേക്ക് പോയിട്ട് വീണ്ടും സ്കൂളിലേക്ക് വരണം. അത്രയാണ് ഒരു സ്കൂളാണെന്ന് ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ പറയാം. എനിക്ക് എന്റെ കൂട്ടുകാർ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരല്ല, നല്ലതായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഈ സ്കൂളിൽ പോകണ്ടെന്നുള്ള ആഗ്രഹമുള്ളവരാണ്. പക്ഷെ ഞാൻ എന്റെ കൂടെ പഠിച്ച കുറെ കുട്ടികളുണ്ട്. ഞങ്ങൾ എല്ലാവരും എപ്പോഴും പറയും എങ്ങനെയെങ്കിലും തിരിച്ച് സ്കൂളിലെ സമയത്തേക്ക് എത്തണം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ അന്നത്തെ ടീച്ചേഴ്സാണ്. ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ള സ്കൂൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രം ചിന്തകളിൽ ഓടിക്കൂടിയ ഒരു സ്കൂളായിരുന്നു എന്റെ പ്രിയപ്പെട്ട സംസ്കൃതം പഠിപ്പിച്ച ചന്ദ്രയ ടീച്ചർ, അല്ലെങ്കിൽ അതുപോലെ എന്റെ കെമിസ്ട്രി ടീച്ചർ ഏരിയാമൺ ടീച്ചറാണെങ്കിലും ഹിസ്റ്ററി ടീച്ചർ നല്ല ടീച്ചറാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നത് മാത്രമല്ല പഠിക്കുന്നതിനും ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിന് പുറത്തായിട്ടൊരു ലോകമുള്ളത്. നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം അത്തരം ചിന്തകളെ വളർത്തുന്നതും നമ്മുടെ മനസ്സ് വികസിപ്പിക്കുന്നതാണെന്നും പലതരത്തിലും പറഞ്ഞു തരുന്ന ടീച്ചേഴ്സായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അഭിനയിക്കാൻ തന്നെ തുടങ്ങാൻ ഒരു കാരണം എന്റെ ചന്ദ്രയ ടീച്ചറാണ്. ടീച്ചർ ഞങ്ങളെ എല്ലാവരെയും ഒരു എന്താ പറയാ ഒരു വളരെ സ്വാർത്ഥമായ മനസ്സിലെ ബുദ്ധിയല്ല, എന്നാൽ എല്ലാരെയും കൂടെ ഉള്ളവരെയും സ്നേഹത്തോടെ അനുകമ്പയോടെ കണ്ടുകൊണ്ട് എന്നാൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന പഠിക്കുന്ന കാര്യങ്ങൾ പലതരത്തിലുള്ള പഠനങ്ങളുണ്ടാവുന്നു. ഈ ഒരു സബ്ജക്ട്, ഒരു വിഷയം പഠിക്കുന്നതോടൊപ്പം തന്നെ പലതരത്തിലുള്ള പഠനങ്ങളുണ്ട്. എങ്ങനെ നമുക്കൊരു കാര്യം പങ്കുവയ്ക്കാം, എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കാം, സങ്കടം പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനെ ഏറ്റവും കൂടുതൽ അത് എന്റെ വ്യക്തിത്വത്തിലെ വീടിനെ ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത് ഈ സ്കൂളിലെ എന്റെ ടീച്ചേഴ്സ്, എന്റെ കൂട്ടുകാർ തന്നെയാണ്. ഞങ്ങൾ എപ്പോഴും എല്ലാവരും കൂടി ഇവിടെ വരണമെന്നും, പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ എല്ലാവരും ജയിച്ച് അല്ലെങ്കിൽ ഇതൊരു മണ്ണുള്ള ഗ്രൗണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മാറ്റങ്ങൾ നല്ലതാണെങ്കിൽ പെട്ടെന്ന് മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനും പാടാണ്. ഞാൻ 1ാം ക്ലാസ് പഠിച്ച ക്ലാസ്സുകളൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ 7ാം ക്ലാസ് പഠിച്ചത് 6 പഠിച്ചതൊന്നും ഇല്ല. അവിടെയൊക്കെ വേറെ കെട്ടിടങ്ങളാണ് പിടിക്കുന്നത്. അത് നല്ലതാണ്.
ഒരു തരത്തിൽ ഈ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നു അയ്യോ കുട്ടികൾക്ക് ഈ സമയത്ത് അസംബ്ലി നിൽക്കണമെങ്കിൽ വെയിലായിരിക്കുമല്ലോ ഞാൻ വരുമ്പോ ആലോചിക്കും അപ്പൊ ഇവിടെ ഇപ്പൊ വെയിലില്ലാത്തൊരു സാധനമുണ്ട് അന്ന് കുട്ടികളൊക്കെ തലകറങ്ങി വീഴും. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രിൻസിപ്പൽ സാർ പലതവണ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വരണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു വലിയ പരിപാടിക്കായിട്ടല്ല വരാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ എല്ലാരും കൂടി കൂട്ടുകാരെല്ലാം കൂടി ഇവിടെ വരികയും നമ്മുടെ പല പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. അപ്പൊ അവരെയൊക്കെ കാണണം, അങ്ങനെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ വരുന്ന എനിക്ക് സന്തോഷമുണ്ടെങ്കിലും അത് എനിക്ക് ഉൾക്കൊള്ളാവുന്നതിന് മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അന്ന് തന്നെ പ്രിൻസിപ്പൽ ചന്ദ്ര ടീച്ചർ ഇവിടെ ഉണ്ട്, എന്റെ സംസ്കൃത ടീച്ചർ ചന്ദ്ര ടീച്ചർ ഉണ്ട്, ഏലിയാമ്മ ടീച്ചർ, എനിക്ക് ഇവരെയൊക്കെ ഞാൻ എന്ത് ഓർക്കുന്ന എന്റെ ഫിസിക്സിന്റെ ഏലിയാമ്മ ടീച്ചർ ടീച്ചറില്ല തോന്നുന്നു. അതുപോലെ ചെന്നൈയിലെ ടീച്ചർ, ഞാൻ അവരെയൊക്കെയാണ് ഓർക്കുന്നത്. ഈ സമയത്ത് ഞങ്ങളിവിടെ പഠിച്ച ഇതുപോലെ ഒരുപാട് കലാപരമായിട്ട് പഠിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കിയായിട്ട് ഒരു കുട്ടിയുണ്ടായിരുന്നു സ്വാതി. അടുത്തിടെ ആള് നമ്മളെ വിട്ടു പോയി. ഞങ്ങളെല്ലാരും ഇപ്പോഴും എന്റെ മുതിർന്ന ചേച്ചിമാരാണെങ്കിലും എന്റെ ഇളയ ആൾക്കാരാണെങ്കിലും ഒരു 10 വർഷം ഉണ്ടായിരുന്നവരെല്ലാരും ഇപ്പോഴും ബന്ധം സൂക്ഷിക്കണം, ഇപ്പോഴും എല്ലാം സംസാരിക്കുന്ന കൂട്ടുകാരാണ്. ടീച്ചേഴ്സിന്റെ കാര്യങ്ങളാണെങ്കിലും സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും പറയുന്ന. അപ്പൊ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് ഞാൻ എന്റെ മനസ്സിലുള്ളത്, നിങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കൂട്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം അങ്ങനത്തെ സുഹൃത്തുബന്ധങ്ങളാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ എന്ത് വിഷമം ഉണ്ടാവുമ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ നല്ല സുഹൃത്തുബന്ധങ്ങളാണ്. എനിക്കത് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഈ സ്കൂളിൽ നിന്നാണ്. അതുപോലെ ഇപ്പോ നിങ്ങളും ടീച്ചേഴ്സും നിങ്ങളുടെ ഇടയിലൊക്കെ അതേ ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തന്മയായും സമന്വയം രണ്ടുപേരെയും കാണുമ്പോൾ ഞാൻ അവരെന്നെ ചോദിക്കാറുണ്ട് സ്കൂളിൽ ഇപ്പൊ എങ്ങനെയാണ്. അപ്പൊ അവരുടെ അനുഭവത്തിൽ ഇപ്പോഴും എന്റെ ടീച്ചേഴ്സൊക്കെ ഇവിടുന്ന് പോയി ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സും അങ്ങനെയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ സന്തോഷം, ഇനിയും അങ്ങനെ സ്കൂളിൽ തുടർന്നു പോകാൻ കഴിയട്ടെ. കുട്ടികളെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സ് വികസിപ്പിക്കാനുള്ള മറ്റു പല പല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും സ്കൂളിൽ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരോടും എന്റെ ടീച്ചേഴ്സിനോടൊപ്പം ഒരുപാട് നന്ദി. ഞങ്ങളെ ഇത്ര നന്നായിട്ട് വളർത്തിയത്.